Hi guys, welcome back to the channel Smart Study with Taswin. Please do like, subscribe and share my channel. In this video, we are discussing SCRT Max Model Question Papers of second term examination for class 3. Let's discuss. പ്രവർത്തനം 1. കളിക്കാം ജയിക്കാം. എ. നേഹയും ആദിലും സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. നേഹയുടെ കയ്യിലുള്ള കാർഡുകൾക്ക് തുല്യമായ സംഖ്യകൾ ആദിലിൻ്റെ കാർഡുകളിൽ നിന്ന് കണ്ടെത്തി ഒഴിഞ്ഞ കളങ്ങളിൽ എഴുതുക. അപ്പോൾ ആദ്യം 3x5, 8x10, 6x6, 5x5, 4x2 തന്നിട്ടുണ്ട്. അതേമാതിരി താഴത്തെ ബോക്സിൽ 25, 36, 8, 15, 80 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3x5, 15, 8x10, 80, 6x6, 36, 5x5, 25 and 4x2, 8. ഓക്കെ, നെക്സ്റ്റ് ബി പാർട്ട്. പൂവിൻ്റെ നടുവിലുള്ള സംഖ്യയ്ക്ക് തുല്യമായി വരുന്ന ഇതളുകൾക്ക് നിറം കൊടുക്കുക. അപ്പോൾ 24ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 6x4 തന്നിട്ടുണ്ട്, 3x5 തന്നിട്ടുണ്ട്, 8x3 തന്നിട്ടുണ്ട്, 5x3 തന്നിട്ടുണ്ട്, 4x6 ആൻഡ് 7x3 തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 6x4, 8x3 ആൻഡ് 4x6. നെക്സ്റ്റ് പ്രവർത്തനം 2. സമയം കണ്ടെത്താം. അനു ഗണിതമേളയിൽ മോഡൽ നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മത്സരം ആരംഭിച്ചത് 9:30-നാണ്. കളത്തിലെ സമയത്തിനനുസരിച്ച് ക്ലോക്കിൽ സൂചികൾ വരച്ചു ചേർക്കുക. അപ്പോൾ 9:30 ആണ് ടൈം. അപ്പോൾ അത് വരയ്ക്കാനാണ്, ഡ്രോ ചെയ്യാനാണ് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ. ബി. അപ്പോൾ 9:30 ആണെങ്കിൽ എവിടെയായിരിക്കും? 9ൻ്റെയും 10ൻ്റെ ഇടയ്ക്ക് സ്മോൾ ഹാൻഡും 6ൻ്റെ അവിടെ ബിഗ് ഹാൻഡും. ദെൻ അനു നിർമ്മാണം പൂർത്തിയാക്കിയ സമയം ക്ലോക്കിൽ നോക്കി കളത്തിലെഴുതുക. അവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് എങ്ങനെ അറിയാം? 11:40 അല്ലേ? ദെൻ സി. നിർമ്മാണം പൂർത്തിയാക്കാൻ അനു എത്ര സമയമെടുത്തു? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 11:40 മൈനസ് 9:30 ആണ് നമ്മൾ ചെയ്തിട്ട് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 hours 10 minutes ആയിരിക്കും എൻ്റെ ആൻസർ. നെക്സ്റ്റ് ഡി. 9:30-ന് ആരംഭിച്ച മത്സരം 3 മണിക്കൂർ കഴിഞ്ഞ് അവസാനിച്ചുവെങ്കിൽ മത്സരം അവസാനിച്ച സമയം എഴുതുക. അപ്പോൾ 9:30-ന് ശേഷം 3 hours ആണ്. അപ്പോൾ 10:30, 11:30, 12:30. ആൻസർ എത്രയായിരിക്കും? 12:30. ഈ സമയം ക്ലോക്കിൽ സൂചികൾ വരച്ച് കാണിക്കുക. അപ്പോൾ അത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 12:30. അപ്പോൾ സ്മോൾ ഹാൻഡ് 12ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക്, ദെൻ ബിഗ് ഹാൻഡ് 6ൻ്റെ അവിടെ. പ്രവർത്തനം 3. സ്കൂൾ കലോത്സവത്തിൽ ആതിരയും കൂട്ടുകാരും നൃത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ആതിര അമ്മയോടൊപ്പം കടയിലെത്തി. ക്രൗൺ 10 rupees, മാല 4 രൂപ, വള 8 രൂപ, ഇയറിങ്സ് 6 rupees, പിന്നെ 5 rupees പൊട്ട തോന്നുന്നുണ്ട് അല്ലേ. വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് ചൂടെ തന്നിരിക്കുന്നു. കടയിൽ പ്രദർശിച്ച വില നോക്കി ബില്ല് പൂർത്തിയാക്കുക. ഫാൻസി സ്റ്റോർ, ബിൽ നമ്പർ 478, തീയതി 29/10/2022, പേര് ആതിര. മുത്തുമാല 7 എണ്ണം, ഒന്നിൻ്റെ വില 4 രൂപ. അപ്പോൾ ആകെ 7 × 4 28. കമ്മൽ സെറ്റ് 5 എണ്ണം, ഒന്നിൻ്റെ വില 6 രൂപ. അപ്പോൾ 5 × 6 30. ദെൻ മൂന്നാമത്തെ കിരീടം 2 എണ്ണം, ഒന്നിൻ്റെ വില എത്രയാണ്? 10 രൂപ. അപ്പോൾ 10 × 2 20. നാലാമത്തെ വള 2 എണ്ണം, ഒന്നിൻ്റെ വില വളയ്ക്ക് എത്ര രൂപയാണ്? 8 രൂപ. അപ്പോൾ 2 × 8 ആകെ 16 രൂപ. എന്നിട്ട് എല്ലാം കൂടി ആകെ ടോട്ടൽ പ്ലസ് ചെയ്യാം. പ്രവർത്തനം 4. കലണ്ടറിലെ ഗണിതം. എ. 2022 നവംബർ മാസത്തെ കലണ്ടറിലെ ഒരു ഭാഗമാണ് താഴെ കാണുന്നത്. ആദ്യത്തെ ബുധനാഴ്ച 2-ാം തീയതിയാണ്. മറ്റു ബുധനാഴ്ചകൾ ഏതൊക്കെ തീയതികളാണെന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ബുധനാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ബാക്കി ബുധൻ ഡേറ്റുകൾ ഏതൊക്കെയായിരിക്കും? 9, പിന്നെ 16, പിന്നെ 23, 30. പിന്നെ ബി
കലണ്ടറിലെ ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മറ്റു തീയതികൾ കൂടി കണ്ടെത്തി എഴുതുക. അപ്പോൾ 18 നടുവിൽ തന്നിരിക്കുന്നത്, അപ്പോൾ 18 സെൻട്രൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്തായിരിക്കും 17, അതിന് ശേഷം എന്തായിരിക്കും 19. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തായിരിക്കും എന്നാണ് നമ്മൾ പിന്നെ കണ്ടെത്തേണ്ടത്. ദറ്റ് ഈസ് 11. അതിൻ്റെ താഴെ എന്തായിരിക്കും 25. നെക്സ്റ്റ് അപ്പോൾ എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? ദറ്റ് ഈസ് 18 മൈനസ് 7 18 പ്ലസ് 7 നമുക്ക് കിട്ടും. സി 2022 നവംബർ 15 മുതൽ 18 വരെയുള്ള കലാമേള നടന്നത്. കലാമേള എത്ര ദിവസമായിരിക്കും ഉണ്ടായിരുന്നത്? 3 days അല്ലേ? നെക്സ്റ്റ് പ്രവർത്തനം 5 അടുക്കളത്തോട്ടം. സ്കൂളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണ്. അതിന് കൃഷിഭവനിൽ നിന്ന് പച്ചക്കറി വിത്തുകൾ കൊണ്ടുവന്നു. ഓരോ പാക്കറ്റിലെയും വിത്തുകളുടെ എണ്ണം ചിത്രത്തിലുണ്ട്. ഏതിനം വിത്തുകളാണ് കൂടുതലുള്ളത്? കണ്ടെത്തി എഴുതുക. പടവലം. പാക്കറ്റിൻ്റെ എണ്ണം 7 ആണുള്ളത്. ഒന്നിൽ നമുക്ക് അവിടെ പിക്ചറിൽ കണ്ട 6 വിത്താണെന്ന് അറിയാം. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം 6. അപ്പോൾ ആകെ വിത്തുകൾ 7 × 6. ഇനി മത്തൻ. പാക്കറ്റിൻ്റെ എണ്ണം 6. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം 7 ആണ്. അപ്പോൾ ആകെ വിത്തുകൾ 7 × 6. ഇനി പാവൽ. പാക്കറ്റിൻ്റെ എണ്ണം 13. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം 10 ആണുള്ളത്. അപ്പോൾ ആകെ വിത്തുകൾ 10 × 13. പയർ. പാക്കറ്റിൻ്റെ എണ്ണം 11. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം 5. അപ്പോൾ ആകെ വിത്തുകൾ 11 × 5. ഏതിനം വിത്തുകളാണ് കൂടുതൽ? അപ്പോൾ നമുക്ക് ആൻസറിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 സ്കൂൾ വാർഷികം. സ്കൂൾ വാർഷികത്തിന് വേണ്ടി കസേരകൾ നിരത്തിയിടുന്നത് 3ാം ക്ലാസ്സുകാരാണ്. 5 വരികളിലായി കസേരകൾ നിരത്തി. ഒരു വരിയിൽ 6 കസേര വീതമുണ്ട്. ഇപ്പോൾ എത്ര കസേരകൾ നിരത്തി? 5 × 6 30. എല്ലാ കുട്ടികൾക്കും കസേര തികയാത്തതിനാൽ 6 കസേര വീതം 4 വരികളിൽ കൂടി നിർത്തി. അപ്പോൾ 6 × 4 24. ബി പുതിയതായി എത്ര കസേരകളാണ് നിരത്തിയത്? അപ്പോൾ 24. സി ഇപ്പോൾ ആകെ എത്ര വരികൾ കസേരകൾ ഉണ്ട്? അപ്പോൾ ആദ്യം 6 വരി പിന്നെ 4 വരി. അപ്പോൾ 6 + 4 10 വരികളാണ് ഉള്ളത്. ഡി ആകെ എത്ര കസേരകളുണ്ട്? അപ്പോൾ ആദ്യം കിട്ടിയ അതും A question ആൻസറും B question ആൻസറും പ്ലസ് ചെയ്താൽ we get the answer for D question. That's all for this question paper. Let's discuss next question paper in the next video. Thank you everyone.